നമ്മൾ വായിക്കും. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. നമുക്ക് ആ വാഗ്ദത്തം നമുക്ക് തന്നിരിക്കുകയാണ്, അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ട് അതുകൊണ്ട് ആ വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. നാം ഭയത്തോടെ വിറയലോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കും. നമുക്ക് അത് പ്രോമിസ് ചെയ്തിട്ടുണ്ട്, നമുക്കത് ലഭിക്കും. പക്ഷേ നമുക്ക് ആർക്കെങ്കിലും അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഭയത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ എബ്രായരുടെ ഇസ്രായേൽ മക്കളെ പോലെ അവരെ പോലെ നാം ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു. അവര് സദ്വർത്തമാനം കേട്ടു, പക്ഷേ ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനായിട്ട് പറഞ്ഞു, അവർക്ക് പ്രവേശിക്കാനായിട്ട് കഴിഞ്ഞില്ല. അവര് ഭയപ്പെട്ടു, അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർക്ക് അത് നഷ്ടമായി. എന്നാൽ നമുക്ക് ധൈര്യത്തോടെ യേശുക്രിസ്തു നമുക്ക് കൂടെ ഉള്ളത് കൊണ്ട് ധൈര്യത്തോടെ ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മളെ തന്നെ നമുക്ക് ഉത്സാഹിക്കാം. പക്ഷേ അവര് പ്രവേശിക്കാതെ ഇരുന്നത് പോലെ നമ്മളും പ്രവേശിക്കാതെ ഇരിക്കാനാണോ പോകുന്നത്? അതോ ഉത്സാഹത്തോടെ പ്രവേശിക്കുമോ? ഉത്സാഹത്തോടെ പ്രവേശിക്കാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. നമുക്ക് അതിൽ പ്രവേശിക്കണം. കർത്താവിന്റെ സ്വസ്ഥത നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ളതാണ്, നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അതിൽ പ്രവേശിക്കും എന്നുള്ള പൂർണ്ണ നിശ്ചയത്തോടെ നമുക്ക് ആയിരിക്കാം. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ ആ വാഗ്ദത്തം നമുക്ക് ശേഷിച്ചിരിക്കുകയാണ്. അത് നമുക്ക് നമ്മുടെ സ്വന്തമാക്കണം. ശേഷിച്ചിരിക്കയാൽ നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. ആ ഭയത്തോടെ ആ സ്വസ്ഥതയിലേക്ക് നാം പ്രവേശിക്കുക. അതിനുവേണ്ട ഉത്സാഹം നമ്മൾ കാണിക്കുക. വരാതിരിക്കാൻ ഭയപ്പെടുക. അവരെ പോലെ നാം ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കാതിരിക്കുക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. കേട്ട വചനം നമുക്ക് ഉപകാരമാകണം. അവർക്ക് ഉപകാരമായില്ല, നമുക്കത് ഉപകാരം ആകണം. അതുകൊണ്ട് വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ തന്നെ ആയിരിക്കുക. വിശ്വസിച്ചവരായ നാമല്ലോ അത് വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. അവർക്കത് വിശ്വാസമായി പരിണമിച്ചില്ല, അവർക്ക് അതുകൊണ്ട് പ്രവേശിക്കാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ വിശ്വസിച്ചവരായ നമുക്ക് പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണ്? നാം അത് വിശ്വസിച്ചിരിക്കുന്നു. വിശ്വസിച്ചോ? ഈ വചനം നമ്മൾ വിശ്വസിച്ചോ? വിശ്വസിച്ചെങ്കിൽ നമുക്ക് അത് പ്രയോജനമായി തീർന്നു. വിശ്വസിച്ചോ? നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കാൻ, ഞാൻ അത് വിശ്വസിച്ചോ? നമുക്ക് അത് വിശ്വാസമായി തീരട്ടെ. നാം ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നുവെങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായി കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. എന്നാൽ
വിശ്വസിച്ചവരായ നാം അല്ലോ സ്വസ്ഥതയിൽ പ്രവീണു. നമുക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? നാം അത് വിശ്വസിച്ചു. വിശ്വസിച്ചോ? ഞാനിപ്പോ നിങ്ങളെ ഓരോരുത്തരോട് ചോദിക്കാം, അത് നിങ്ങൾ വിശ്വസിച്ചോ? വിശ്വസിച്ചില്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ട പോലെ നഷ്ടപ്പെടും. നാം അത് വിശ്വസിച്ചോ? ആ വിശ്വാസത്തിന് വേണ്ടിയാണ് നമ്മളെ ഇവിടെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. നമുക്ക് അത് വിശ്വസിക്കാം. വിശ്വസിച്ച് ആ രക്ഷയിലേക്ക് പ്രവേശിക്കുന്നവരായി നമുക്ക് നേടാം. ഇബ്രാഹിം 3:15 ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, വീണ്ടും നമ്മളെ ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുകയാണ്. അവിടെ കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. നമ്മൾ മത്സരിക്കേണ്ട, അത് വിശ്വസിക്കുക. ആ വിശ്വസിച്ച്, അങ്ങനെ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുമായി. അന്ന് അവർ വിശ്വസിച്ചില്ല, അവർക്കത് നഷ്ടപ്പെട്ടു. എന്നാൽ നാം ഇന്ന് വിശ്വസിക്കുന്നു. കർത്താവെ, ഇത് ഞാൻ വീക്ഷിക്കുന്നു, നിന്റെ വചനത്തെ അതുപോലെ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, ഇന്ന് നിങ്ങൾ അവരെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. എന്റെ ഹൃദയത്തെ ഞാൻ കഠിനമാക്കുന്നില്ല കർത്താവ്, ഞാൻ അത് വിശ്വസിക്കുന്നു കർത്താവ് എന്ന് പറയുന്നു. എങ്കിൽ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് പറയുന്നുവെങ്കിൽ ആരാകുന്നു കേട്ട് മത്സരിച്ചവർ? മിസ്രയീമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടു വന്നവർ എല്ലാവരുമല്ലോ. അന്ന് അവരാണ് അവര് വിശ്വസിച്ചില്ല, അതുകൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ പാപം നമുക്ക് ചെയ്യേണ്ട. കർത്താവിന്റെ വചനത്തെ നമുക്ക് വിശ്വസിക്കാം. വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തില് നമുക്ക് ഒരു വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അന്ന് എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ആണയിട്ടത് ആ അനുസരണം കെട്ടവരോടായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് വിശ്വസിച്ച് ആ രക്ഷയിൽ പ്രവേശിക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഉത്സാഹിക്കാം. ദൈവത്തിന്റെ വാഗ്ദത്തം മുഴുവൻ വിശ്വസിക്കാനുള്ളതാണ്. വിശ്വസിച്ച് നമുക്ക് രക്ഷ പ്രാപിക്കാം. അങ്ങനെ രക്ഷ പ്രാപിക്കാനായിട്ട് നമ്മളെ ആക്കിയിരിക്കുന്നു. അത് നമുക്ക് രക്ഷയായി തീരുമോ? നമുക്ക് ഓരോരുത്തർക്കും രക്ഷയായി തീരുമോ? ഞാൻ നിങ്ങളെ എല്ലാവരും ഉത്സാഹിപ്പിക്കുന്നു. ആ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവരിൽ നമ്മളുണ്ടായി. അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും അവിശ്വാസികളായിട്ടല്ല, വിശ്വസിച്ച് രക്ഷ പ്രാപിക്കും ആയി നമുക്ക് ഉത്സാഹത്തോടെ കർത്താവിന്റെ പ്രവൃത്തിയിൽ നമുക്കായി. അതിന് നമ്മളെ ഓരോരുത്തരെയും കർത്താവ് നമ്മളോട് ഓരോരുത്തരോടുള്ള നിവേദനം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഈ ഒരു കാര്യമാണ് ചിന്തിച്ചത്. നമ്മൾ വായിച്ചപ്പം ഈ ഒരു കാര്യം വായിച്ചു, അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും ആളുകൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുമ്പോഴും നമുക്ക് രണ്ട് സാധ്യതയുണ്ട്. ഒന്ന്, നമ്മുടെ ഇരിക്കുന്ന വാൾ ഉപയോഗിച്ച് അവരോട് പോരാടുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ വാളിന് മുന്നിൽ നമ്മളെ തന്നെ നമുക്ക് കീഴടക്കി ഇരിക്കാവുന്നൊരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മുടെ ജഡം എപ്പോഴും ഫൈറ്റ് ചെയ്ത കാര്യങ്ങള് വീട്ടിൽ തന്നെ പലപ്പോഴും ഒരുപക്ഷെ നമ്മൾ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും
ശരിയായിട്ടുള്ള കാര്യം ഉണ്ടായിരിക്കും, അത് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്ത് അത് ശരിയാക്കാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വഴി അങ്ങനെ അല്ല എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാകാറില്ല എന്ന് ഞാൻ ഓർത്തായിരുന്നു. ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഈ ഒരു കാര്യം തന്നെ ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു. പല സംഘർഷങ്ങളുടെ ഇടയിൽ, ആളുകളോടുള്ള പല സംഘർഷങ്ങളുടെ ഇടയിൽ നമുക്ക് നമ്മൾ വായിക്കുന്ന പോലെ അവനോടാണ് നമുക്ക് കാര്യമുള്ളത്, അവനോട് മാത്രമേ കാര്യമുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് കർത്താവേ പലപ്പോഴും നമ്മൾ അങ്ങനെ ആ ഒരു വഴിയിലേക്കല്ല പലപ്പോഴും ഞാൻ അല്ല പോയിട്ടുള്ളതെന്ന് സംബന്ധിച്ചുകൊണ്ട് എന്നോടുള്ള വചനമായിട്ട് ഞാൻ ഇതിനെ ഏറ്റെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കർത്താവേ, എനിക്ക് അങ്ങയോടാണ് കാര്യമുള്ളത്. കാര്യം ഫൈനലി അറ്റ് എൻഡ് ഓഫ് ദ ഡേയിൽ അങ്ങനെ കാണുന്ന സമയത്ത് മനുഷ്യർ എല്ലാവരും മാറിപ്പോകും. മനുഷ്യർ പിന്നെ നമുക്ക് ഇവരോടൊന്നും ഡീൽ ചെയ്യേണ്ടതില്ല. നമുക്ക് ഫൈനലി എൻഡ് ഓഫ് ദ ഡേയിൽ കർത്താവിന്റെ സന്നിധിയിലാണെങ്കിലും നേരിട്ട് കാണുന്ന സമയത്തും നമുക്ക് കർത്താവിനോട് മാത്രമേ ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് ഇന്നേ നമുക്ക് സ്വസ്ഥതയുടെ നമുക്ക് പ്രശ്നമായിട്ട് ജീവിക്കുന്നതിനൊരു സൈക്കോപതി പറഞ്ഞ പോലെ ഹെവന്റെ ഒരു ചെറിയ ഒരു പ്രോട്ടോടൈപ്പ് ആയിട്ട് ഒരു ചെറിയ പോർഷനായിട്ട് നമുക്ക് ഇന്നേ നമ്മുടെ കുടുംബങ്ങളിൽ ജീവിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള പോലെ കർത്താവ് വരുമ്പോഴോ അല്ല നമ്മുടെ മരണം വന്നാലോ പെട്ടെന്നൊന്നും സംഭവിക്കത്തില്ല. നമ്മൾ എങ്ങനെ തന്നെ ഇപ്പൊ ഇരിക്കുന്നു അങ്ങനെ തന്നെ ആയിത്തീരും എന്നുള്ളൊരു സത്യമാണ് പലപ്പോഴും നമ്മൾ സഭയിൽ നിന്ന് കേട്ടുള്ളൂ. അതാണ്, അല്ലാതെ ചുറ്റിട്ട പോലെ എന്തെങ്കിലും വ്യത്യാസം വരുമെന്നൊന്നും നമ്മളെ തന്നെ ബുദ്ധികളായിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇന്ന് നമുക്കുള്ള അസ്വസ്ഥത അതിനെ പ്രൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ അസ്വസ്ഥത നമ്മൾ ആരാധിക്കുന്നുള്ളതിനെ പറ്റി പ്രൂവ് ചെയ്യുന്നു. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ പലപ്പോഴും ആളുകളോടുള്ള ഈ ഒരു ഫൈറ്റ് ഞാൻ നിർത്തി കർത്താവുമായിട്ടാണ് ഒരു കാര്യമുള്ളത്. ഞാൻ അവിടെയാണ് എന്റെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ. ഞാൻ ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഈ ഒരു കാര്യം ചെറിയ കാര്യമായിട്ടെങ്കിലും എന്റെ പല മനസ്സിനെ അസ്വസ്ഥപ്പെടുന്ന പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ആളുകളോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ വായിക്കുന്ന പോലെ ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നു. അവിടാണ് ഈ കാര്യങ്ങളുടെ സൊല്യൂഷൻ എന്ന് ഞാൻ കണ്ടെത്തിയപ്പം എന്റെ ഹൃദയം ശാന്തമായി. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പലപ്പോഴും എല്ലാ കാര്യങ്ങളും അങ്ങനെ കൊണ്ടുവരാനായിട്ട് ഇപ്പോഴും പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഞാൻ ദൈവം എനിക്ക് വേണ്ടി പ്രോമിസ് ചെയ്തിരിക്കുന്ന വാഗ്ദത്തം വെച്ചിരിക്കുന്ന അസ്വസ്ഥതയിൽ ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വായിക്കുന്ന പോലെ തക്ക സമയത്ത് കൃപ ലഭിക്കേണ്ടതിന് നാം ധൈര്യത്തോടെ ടൈം ഓഫ് നീഡ്, അവിടെ ഒരു ആവശ്യത്തിന്റെ സമയങ്ങളിലൊക്കെ നമ്മൾ സ്വസ്ഥതയിലേക്ക് വരണം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ ആയിരിക്കുന്ന സമയത്ത് കർത്താവേ, നമുക്ക് ഞാൻ ഈ ഒരു അപ്രോച്ചോടെ കർത്താവേ, എനിക്ക് അങ്ങേയുമായിട്ടാണ് കാര്യമുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുമ്പം നമുക്ക് ഈസി ആയിട്ട് ഒരു സിസ്റ്റത്തിലോട്ട് വരാനായിട്ട് പറ്റും. എന്റെ മുന്നിൽ കാണുന്ന മനുഷ്യരോട് ഞാൻ ഒരിക്കലും ഫൈറ്റ് ചെയ്യത്തില്ല കർത്താവേ. ഗോഡ് ഐ വിൽ ഓൾവേസ്, ഞാൻ അങ്ങേ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തക്ക സമയത്ത് കൃപാസനത്തോടെ അടുത്ത് ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 11 let us labor therefore to enter into that rest, lest any man fall after the same example of unbelief. ഈ ലോകത്തില് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമാധാനം, പുസ്തക എന്ന് പറയുന്നത്. എല്ലാവരും ഈ ലോകത്തെ നമ്മൾ നോക്കിയാല് നമുക്കൊരിക്കലും പൈസ കൊടുത്ത് നമുക്ക് വാങ്ങാൻ കഴിയാത്തതുമായ ഒരു സമാധാനം, സ്വസ്ഥത എന്ന് പറയുന്നത്. അത് നമുക്ക് ദൈവം തന്നെ നൽകേണ്ടതായ ഒരു കാര്യമാണ്. ഇതുപോലെ ലെറ്റസ് ലേബർ എന്ന് വെച്ചാൽ അത്ര ഒരു എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്ക് അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യണം. മനഃപൂർവ്വം നമ്മളത് വേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കണം. നമുക്ക് ദൈവം ഉച്ചിരിക്കുന്ന ആ ഒരു സമാധാനത്തിലേക്ക്, ഒരു സ്വസ്ഥതയിലേക്ക് നമുക്ക് പ്രവേശിക്കണമെന്നുണ്ട്. നമുക്കും ഒരു പങ്കുണ്ട്. ആ ഒരു കർത്താവിനോട് ഹാൻഡ് ഇൻ ഹാൻഡ് ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് കർത്താവ് പറയുന്നുണ്ട്, അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കാൻ എല്ലാവരും എന്റെ അടുക്കൽ നിന്നാണെങ്കിൽ ആശ്വസിപ്പിക്കുക എന്ന് പറയുന്നത്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മള് ഭാരം പേറി ജീവിക്കാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് റിലാക്സ്, നമ്മളൊരു സമാധാനത്തോടെ റിലാക്സ് ചെയ്ത്
ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കും. ദൈവം ഒരിക്കലും ആഗ്രഹിക്കും നമ്മൾ എപ്പോഴും ടെൻഷൻസും ആൻസൈറ്റിയും അല്ലെങ്കിൽ ആ ഒരു എല്ലാം കൊണ്ടും മനസ്സ് കലുഷിതമായി ജീവിക്കാനല്ല കർത്താവ് നമ്മളെ വിളിച്ചതും നമ്മളെ വിളിച്ച് വേർതിരിച്ചത്. ആ ഒരു എന്താ പറയുക, കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ ഒരു സമാധാനത്തെ പ്രവേശിക്കുവാനാണ്. പക്ഷെ അതിന് തടസ്സമായി നിൽക്കുന്നത് നമ്മൾ തന്നെ, നമ്മുടെ സ്വന്തം ഇഷ്ടം, നമ്മുടെ നമ്മുടെ സ്വന്തം ഇഷ്ടം. നമുക്ക് നമ്മുടേതായ വഴിക്ക് പോയാൽ മതി. നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് നമുക്ക് നമ്മുടേതായ വഴിക്ക് പോകണം. അതിൽ നമുക്കൊരു സമാധാനം കിട്ടണം, അതിൽ നമുക്കൊരു സ്വസ്ഥത കിട്ടണം. പക്ഷെ ദൈവം അതിൽ ആഗ്രഹിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ക്രൂശിനെ എടുത്ത് ഓരോ ദിവസവും ഡെയിലി നമ്മുടെ ക്രൂശിനെ എടുത്ത് ദൈവം പറഞ്ഞിരിക്കുന്ന പാതയിൽ കൂടെ പൊളിച്ച് അവിടെ നമുക്ക് സാക്രിഫൈസ് ഉണ്ട്. നമ്മുടെ ഇഷ്ടങ്ങള് ഒക്കെ നമ്മുടെ ജഡത്തിന്റെ സന്തോഷങ്ങള്, നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്ത് കർത്താവ് വെച്ചിരിക്കുന്ന ആ ക്രൂശ് എടുത്ത് നാം മുന്നോട്ട് പോകുമ്പോൾ അവിടെ ദൈവം നമുക്കൊരു സമാധാനം. കാരണം ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. കാരണം കർത്താവിന്റെ നേതൃത്വത്തിൽ പറഞ്ഞ ഒന്നിനും മാറ്റമില്ല. അത് അദ്ദേഹം തരുമെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹി വിൽ ഗീവ് ആൻഡ് ഈഗർ ടു ഗീവ്. പക്ഷെ അതിന് തടസ്സം നമ്മൾ തന്നെ, നമ്മുടെ സ്വന്തം ഇഷ്ടം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വഴിക്ക് പോകണം, അവിടെ ദൈവം വരണം, അവിടെ നമുക്കൊരു സ്വസ്ഥത വരണം. പക്ഷെ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ നമ്മളെ തന്നെ തിരിച്ച് കർത്താവിന് നമുക്ക് വേണ്ടി ഒത്തിരിക്കുന്ന ആ ഒരു പാതയെ, ആ യോഗത്തിൽ പറയുന്നത് ഒരു നാരോ വേ, ആ ഒരു നാരോ വേയിൽ നമ്മൾ പ്രവേശിക്കുമ്പോഴാണ്, അപ്പോഴാണ് ദൈവത്തിന്റെ ഒരു സമാധാന സ്വസ്ഥതയും നമുക്ക് ദൈവം തരുന്നത്. ഞാനും അത് ആഗ്രഹിക്കുന്നു. നമുക്ക് സമാധാനം, നമ്മളായിട്ട് നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെ നിന്ന് നമുക്കൊരു സമാധാന സ്വസ്ഥത നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുകയില്ല. അത് കണ്ടെത്തുന്നത് ദൈവത്തിന്റെ സംഖ്യ. അതുകൊണ്ടാണ് ശിഷ്യന്മാര് കർത്താവിനോട് പറഞ്ഞു, നിത്യജീവന്റെ വീടുകൾ നിന്റെ മക്കൾ, നിന്നെ വിട്ട് എവിടെ പോകാനാണ് നിന്നെ. കാരണം എത്ര നമ്മൾ ദൂരെ ഓടിപ്പോയാലും ഈ അഗെയിൻ കം ടു ദി സെയിം തിങ്. ആ മുഖ്യനായ പുത്രനെ നോക്കുമ്പോൾ നമ്മൾ അതുതന്നെയാണ് കാണുന്നത്. അവന്റെ ഇഷ്ടത്തിന്, അവന്റെ ജഡത്തെ യൂസ് ചെയ്യാനായിട്ട് അവന്റെ ഇഷ്ടത്തിന് പോയി. പക്ഷെ അവനൊരു സുബോധം, അവനൊരു സെൻസിബിൾ ഇത് അവന് വന്നപ്പോൾ അവനും തിരിച്ചു വരുന്നത് ആ പിതാവിന്റെ സന്നിധിയിലേക്ക് തന്നെ ആയിരുന്നു. അതുകൊണ്ട് മാറ്റമില്ലാത്ത ഒരു സത്യമാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമേ നമുക്കൊരു സമാധാനവും സ്വസ്ഥതയും നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ അവന്റെ പാതപീഠത്തിൽ ഇരിക്കാൻ, അവന്റെ മുഖം ഏറ്റുകൊണ്ട് അവന്റെ പാതപീഠത്തിൽ ഇരുന്ന് പഠിക്കാനായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇപ്പോഴാണ് നമുക്ക് ദൈവം ആ ഒരു യഥാർത്ഥമായ ദൈവികമായ സകല ബുദ്ധിയും കഴിയുന്നൊരു സമാധാനം കർത്താവിന് നമുക്ക് നൽകാനായിട്ട് കഴിയുകയുള്ളൂ. ആ സമാധാനത്താൽ ദൈവം നമ്മൾ എല്ലാവരെയും നടത്തും. ഇതിനകത്ത് രണ്ടാമതാണ് 4:2 എന്നാണ് വായിക്കുന്നത്. For indeed the gospel was preached to us, നമുക്ക് വേണ്ടി, പുതിയ വിശ്വാസികൾക്ക് വേണ്ടി, as well as to them, പഴയ നിയമ മിസ്രൈമിൽ നിന്ന് വന്ന കൊണ്ട് മോശയുടെ ലീഡർഷിപ്പിൽ അവരെ ഫ്രീ ആക്കി കൊണ്ടുവന്ന ആൾക്കാര് എത്ര പേര്, 4 ലക്ഷം പേര് എന്ന് പറയുന്നത്. അതിനകത്ത് 2 പേർക്ക് മാത്രമേ അവിടെ നിന്ന് ഇറങ്ങിത്തിരിച്ച ആൾക്കാർക്ക് നാട്ടിൽ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നതാണ്. അത് ഒത്തിരി വാക്യങ്ങൾ സാധാരണ പറഞ്ഞു. For indeed the gospel was preached to us as well as, but the word which they heard did not profit them, not being mixed with the faith in the word. അവർക്ക് അവർ ചെയ്യേണ്ടതായ ചില സംഗതികൾ ഉണ്ടായിരുന്നു, അത് ചെയ്തില്ല. അതുകൊണ്ട് അവർക്ക് അത് പ്രോഫിറ്റബിൾ ആയില്ല. പിന്നെ അതിന്റെ പ്രീവിയസ് ലേഖനം 3:12 ഇങ്ങനെ ഒരു വാക്യം ഇങ്ങനെ ഞാൻ വായിച്ചു. Beware therefore lest there be any of your having heart of unbelieving in departing from the living God. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഈ നിത്യജീവന്റേതായ വഴിയിൽ എന്നെ വിളിച്ച് വേർതിരിച്ചു. ഈ വഴിയിൽ വിശ്വസ്തയോടുകൂടി പോകാനാണ്.
ഇത് ഒരിക്കലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെതായ ആ വഴിയിൽ നിന്നും ഒരിക്കലും ഞാൻ ഡിപ്പാർട്ട് ചെയ്തിട്ടില്ല. ഒരു പൗരം 12-ാം അധ്യായം അതേ രീതിയിൽ അതേ എബ്രായ ലേഖനത്തിൽ therefore we also, since we are surrounded by the great crowds of witnesses, അതായത് 11-ാം അധ്യായത്തിൽ ഒത്തിരി വിശ്വാസവീരന്മാരെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അവരുടെയൊക്കെ എക്സാമ്പിൾ കോട്ട് ചെയ്തിരുന്നു. And the sin which easily ensnares us, and let us run with endurance the race that is set equipment നമുക്കത് കർത്താവിനെ നോക്കിക്കൊണ്ടിരുന്നു. And the order of creation of the joy that him enduring the cross, despising the shame, and sat down at the right hand of the throne of God. കർത്താവ് തന്നെ എൻ്റെ ജീവിതത്തിലുള്ളതായ ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇഷ്ടം, പ്രോസസ് വിത്ത് ദ വിൽ ഓഫ് ഗോഡ്, അത് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ടും മാത്രമേ എനിക്ക് പ്രോമിസ് ലാൻഡിൽ എനിക്ക് ചെന്നു ചേരാൻ പറ്റുന്നുണ്ട്. If God is for us, what is that? നമ്മൾ ദൈവത്തിന്റെ പക്ഷത്ത് തന്നെ എപ്പോഴും നിന്നുകൊണ്ട് ഈ പ്രോമിസ് ലാൻഡിൽ ചെല്ലുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നു. കർത്താവിനെ സഹായിക്കട്ടെ. കർത്താവിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ പ്രാർത്ഥിക്കാൻ നമുക്ക് ആ ഒരു സുവാർത്ത നമുക്കുണ്ട്. അത് നമ്മൾ വിശ്വസിച്ച് സ്വസ്ഥയിലായിട്ട് വിശ്വസിച്ച് നമുക്ക് രക്ഷ പ്രാപിക്കാം. വിശ്വാസമുള്ള ദുഷ്ടഹൃദയം, ശക്തിയാതിരിക്കുമ്പോൾ വിശ്വാസമുള്ള ദുഷ്ടഹൃദയമാണ്. പുരുഷന്മാര് വെള്ളമില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ അന്വേഷണം വിശ്രമം അന്വേഷണം നടക്കുക. കർത്താവ് നമുക്ക് സ്വസ്ഥത വരുന്നത് ആരോഗ്യത്തിനകത്തിരിക്കുന്നു. കർത്താവിന്റെ ഫലം വായിക്കുന്നത് യുവാകാത്ത വിഷം പോലെ നമുക്ക് ആരോഗ്യത്തിൽ നമുക്ക് വെള്ളമുള്ള സ്ഥലത്തോട്ട് നമ്മുടെ കർത്താവ് നയിക്കും. വെള്ളമില്ലാത്ത സ്ഥലത്ത് അടിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. അതുപോലെ വേറെ പറഞ്ഞത് പുരുഷന്മാര് കലങ്ങി മറിയുന്ന കടല് പോലെയാണെന്ന്. പക്ഷെ വലിയ സമുദ്രമാണ് നമുക്ക്. കടലിൽ ചെറുത്, അറബിക്കടലിൽ ചെറുത്, ഇന്ത്യൻ മഹാസമുദ്രം സമുദ്രത്തിലേക്ക് കടലിൽ ചെല്ലുമ്പോൾ ആ അസ്വസ്ഥയെല്ലാം ഇവര് പറഞ്ഞു നെക്സ്റ്റ് പാപം ചെയ്യുമ്പോഴാണ് റെസ്റ്റ്ലെസ്. പാപം ചെയ്യാതിരിക്കാനായിട്ട് ദൈവത്തിന്റെ പരിഷ്കാരമാവ് നമ്മൾ ആശ്രയിക്കുന്നു. ദൈവത്തിന്റെ വചനം നമ്മുടെ ആത്മാവിനെയും ജഡത്തെയും നമ്മൾ വേർതിരിക്കുന്ന ആ തിരശ്ശീല കീറും. ആ തിരശ്ശീല വേറെ പറഞ്ഞത് മജ്ജയും മജ്ജയുടെ ഇടയ്ക്കുള്ള ഹാർഡായിട്ടുള്ള ബോൺ പോലെ പ്രയോജനമാകുന്ന ജ്വാലയുള്ള ശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ദൈവജനത്താൽ നമുക്ക് നമ്മുടെ ജഡത്തെ ക്രൂശിക്കുക. ഇടുക്കവും ഞെരുക്കവുമുള്ള ആ ഒരു ജീവവൃക്ഷത്തിലെ ജീവവൃക്ഷത്തിലെ കർത്താവാകുന്ന വഴിയിലൂടെ നമുക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗവൺമെന്റ് 6th-ലോ 7th-ലോ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് ഹിന്ദു ഇതാണെന്ന് ഞാൻ ഓർക്കുന്നു. വാട്ട്സ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലഷർ ആൻഡ് ഹാപ്പിനെസ്. ഒരു കൊച്ചുകുട്ടിയുടെ ഒരു ചെറിയൊരു ഒരു ആർട്ടിക്കിളാണ്. അതെന്റെ ന്യൂസ് പേപ്പർ കട്ടിങ് കളക്ഷനിലേക്ക് ഞാനത് മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിൽ പലപ്പോഴും ഇത് പറയേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ലോകത്തെ പൈസ കൊണ്ട് വല്ല ബിസിനസ് ചെയ്തൊക്കെ ആണെങ്കിൽ നമുക്ക് പ്ലഷർ എത്ര വേണമെങ്കിലും നമുക്ക് ആ ഒരു ഘട്ടത്തിലേക്ക് എത്ര കോടിക്കണമെങ്കിൽ നമുക്ക് പവർ, ഇൻഫ്ലുവൻസ്, മണി ഇതിൽ കൂടി കിട്ടുന്ന സന്തോഷം എല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമെങ്കിലും ആ കുട്ടി ഡിനോട്ട് ചെയ്ത ഹാപ്പിനെസ് എന്ന് പറയുന്നൊരു പൈസ പവർ നമ്മുടെ പൈസ കൊണ്ട് ഒരിക്കലും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് സംതിങ് ടു ബി ഗിവൺ ബൈ ഗോഡ്. ദൈവം തന്നെ തരേണ്ട, നമ്മളിൽ നിറയ്ക്കേണ്ട ഒരു സംഭവമാണ് ഇത്. ഈ കാര്യങ്ങളൊക്കെ ആക്ച്വലി
ഒരുപക്ഷെ ദൈവവിശ്വാസം ഇല്ലാത്ത ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പോലും ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമുക്കിവിടെ വായിച്ച വേദഭാഗത്ത് എങ്ങനെയാണ് ആ ഒരു സന്തോഷത്തിലേക്ക് എത്തേണ്ടത്, ശാശ്വതമായ സന്തോഷത്തിലേക്ക് എത്തേണ്ടത്, ദൈവത്തിന്റെ വചനം കൊണ്ട് എങ്ങനെയാണ് എത്തേണ്ടത്, എങ്ങനെയാണ് അതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു കാര്യം, ആ ഒരു ചിന്ത, ആ ഒരു ധ്യാനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ വ്യതിയാനം വരുത്തുവാൻ എല്ലാവർക്കും ദൈവം സഹായിക്കട്ടെ. നമ്മള് സ്കോറിന്റെ 1 year അവിടെ അവരാരും മറ്റേ മോഹത്തിന്റെ സമയത്തുള്ള ആ ഒരു കാര്യത്തെ കുറിച്ച് അറിയുന്നത്, പിന്നെ അവർക്ക് ആ ഒരു ദൈവം ഒരുക്കി വെച്ച ആ ഒരു പീസിലോട്ട് അവര് പോകാൻ വൃത്തിയല്ലാത്തവര് ആണെന്നൊക്കെയാണ് അവര് അവിടെ പറഞ്ഞത്. ഞാനിപ്പം പീസിനെ കുറിച്ചൊക്കെ എപ്പോഴും ചെയ്യുമ്പോൾ ഞാൻ ഹ്യൂമസ് ഫോർ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പീസിനെ കുറിച്ച് പറയുന്നുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അത് വായിച്ചു നോക്കിയിട്ടില്ല. പിന്നെ മനസ്സിലാക്കുന്ന പീസ് ബൈബിളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു വേഴ്സ് എപ്പോഴും ഉള്ളതെന്ന് വെച്ചാൽ ജോണിന്റെ 14:27. അപ്പം അവിടെ peace I live with you, my peace I give to you, not give to you as the world gives. Peace I live, peace I live with you, my peace I give you. I do not give to you as the world gives. Do not let your heart be troubled and not be afraid. അപ്പം അപ്പം അതിന്റെ വേറെ ഇതുപോലെ തന്നെ വേഴ്സാണ്. അതിന്റെ ദൈവം പറഞ്ഞുകൊണ്ട് അയാൾ ഓവർകം റീസണും പറഞ്ഞിട്ടുണ്ട്. ദൈവം അത് ജീസസിന് ഉള്ളൊരു പീസ്, ജീസസ് ഹി പ്രൂവ് വർത്തി ദാറ്റ് ആ ഒരു പീസിന് വൃത്തിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നുകൊണ്ട് ദൈവം ട്രാൻസ്ജെൻഡ് ഇൻ ടു ദാറ്റ് പീസ്. അപ്പം ദൈവം പറയുന്നത് ഭൂമിയിലെ ട്രിബുലേഷൻസും എല്ലാം ഓവർകം ചെയ്ത് കഴിഞ്ഞിട്ട് യേശുക്രിസ്തുവിന് ആ ഒരു പീസ് കിട്ടിയ കാര്യമാണ് ഇപ്പൊ ഇവിടെ. അപ്പം ഇറ്റ്സ് ലൈക്ക് നമ്മള് പലപ്പോഴും ഇതൊരു നടക്കാൻ പറ്റാത്ത കാര്യം നമ്മൾ ലൈക്ക് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഹാർഡ്. കാരണം ഒരു ദിവസം എന്തെല്ലാം കാര്യങ്ങൾ, അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ നമ്മള് പീസ് ഇങ്ങനെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ഏർത്തിലി ബ്രെയിനിന് അത് സത്യം പറഞ്ഞാൽ ഒട്ടും പറ്റാത്തൊരു കാര്യമാണ്. അത് I have to keep going to God continuously for this. നമ്മളിപ്പം കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം, മാനേജ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രശ്നത്തേക്ക് പോത്തേ ഉള്ളൂ. ലൈക്ക് ഞാൻ എന്റെ ലൈഫിലോട്ട് തന്നെ നോക്കുമ്പോൾ there is a lot lacking in peace. So ആ ഒരു പീസിലോട്ട് വരുവാൻ എനിക്ക് ആഗ്രഹം. ദൈവത്തെ എന്ന് പറയുന്നത് അത് എബ്രാഹിം 4:ന്റെ ഇതായിരുന്നു. നമ്മള് ഭർത്താവിന്റെ സ്വസ്ഥത ആണ് കേട്ടത്. നമ്മള് അവന്റെ സ്വസ്ഥതയിലോട്ട് അറിഞ്ഞാൽ നമ്മളെ പ്രവേശിച്ചാലേ ഉള്ളൂ നമുക്ക് രക്ഷ കിട്ടുന്നത്. എനിക്ക് ഇതില് 10-ാം വാക്യത്തില് ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താൻ തന്റെ പ്രവൃത്തികളിൽ നിന്ന് മുക്തനായി തീർന്നു. നമ്മള് യേശു സ്വസ്ഥതയിൽ പ്രവേശിച്ച പോലെ അങ്ങനെ ആ യേശുവിന്റെ സ്വസ്ഥതയിൽ നമ്മൾ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സകല വർക്കിൽ നിന്നും നമ്മൾ ആ ഒരു സ്വസ്ഥതയിലോട്ട് മാറുമെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ 11-ാം വാക്യത്തിൽ അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ ഇല്ലാതിരിക്കേണ്ട നാം ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ ഉത്സാഹിക്കുക. അതെനിക്ക് മനസ്സിലാകുന്ന നമ്മള് ആ സ്വസ്ഥതയിൽ നിന്നും നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മള് ഒരു അൺബിലീഫിന്റെ അതിലോട്ടൊന്നും വീഴാതിരിക്കാൻ നമ്മൾ ശ്രമിക്കാന്ന് മനസ്സിലായി. പിന്നെ നമ്മുടെ സ്വസ്ഥതയിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾ ഉത്സാഹിക്കുക മനസ്സിലായിട്ടുണ്ട്. പിന്നെ ജോസ് പറഞ്ഞ യോഹന്നാൻ 14:27 സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു.
ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയരുത്. അപ്പോൾ യേശു തരുന്ന സമാധാനം പോലെയല്ല നമുക്ക് ഈ ലോകത്ത് നിന്ന് കിട്ടുന്നത്. നമ്മൾ എത്രത്തോളം യേശുലോട്ട് അടുക്കുന്ന നമ്മൾ ആ ഒരു പീസ്ഫുൾനെസ് നമ്മുടെ ലൈഫ് മാത്രം നമ്മുടെ ഹൃദയത്തിലും ആ ഒരു ഒഴുകി സമാധാനം ഒഴുകിയിരുന്നു. എനിക്ക് ഇത്ര മനസ്സിലായി.